രാഷ്ട്രീയമുണ്ടാകും. ചില കുട്ടികൾ ചിലപ്പോൾ ഇത്രയും ദീൻ പഠിച്ചിട്ട് വിഷമകരമായ കാഴ്ചകളിലൊന്നാണ് രാഷ്ട്രീയത്തിൽ മുഴുകിപ്പോവുക എന്നുള്ളത്. ഓരോ ദിവസവും പത്രത്തിൽ വരുന്ന ചർച്ചൻ്റെ പുറകെ പോവുക, എന്നിട്ട് അതിനെക്കുറിച്ച് അഭിപ്രായം. താലിബുൽ ഇൽമിൻ്റെ ജോലി ഇതല്ല. അവൻ്റെ പണി ദീൻ പഠിക്കലും പഠിപ്പിക്കലാണ്. അതിൻ്റെ ആൾക്കാരുണ്ട്. നീ നോക്കിയിട്ടില്ല സംസാരിക്കാൻ ആളെ കൂടിയിട്ട് ആരെ പുറത്താക്കുന്ന തിരക്കത്തിലാണ് രാഷ്ട്രീയത്തിൽ. ഇതിനാണ് ആളില്ലാത്തത്. ഇതൊരിക്കലും വിട്ടുപോരുത്. ഇതിന് ആൾക്കാരില്ലാത്ത അവസ്ഥയാണ്. ദീൻ പഠിക്കാനും പഠിപ്പിക്കാനും അത് പറഞ്ഞു കൊടുക്കാനുള്ള ആൾക്കാരില്ല. അപ്പം നീ ഒരിക്കലും രാഷ്ട്രീയത്തിൽ പോയിട്ട് അതിൽ വലിയ ആളാവുക, അതിൽ സംസാരിക്കുക, അതിൻ്റെ ആൾക്കാരുണ്ട്. നീ ഇൽമിൻ്റെ അഹ്ലുകാരാവാം. ചില ആൾക്കാർ പറയും രാഷ്ട്രീയത്തിലും നാട്ടിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാത്തിലും നമുക്ക് സംസാരം വേണ്ട കാര്യമൊന്നുമില്ല. എല്ലാത്തിലും സംസാരിക്കേണ്ട യാതൊരു നിർബന്ധ ബാധ്യതയും ഓരോ മുസ്ലിമിൻ്റെയും മേൽ അള്ളാഹു ഏൽപ്പിച്ചില്ല. ഓരോന്നിനും അതിൻ്റെ അഹ്ലുകാരുണ്ട്, അവർ സംസാരിക്കട്ടെ. നോക്കൂ, നിങ്ങൾ ഷെയ്ഖ് സാലിഹ് അലി ഷെയ്ഖ് അദ്ദേഹത്തിൻ്റെ ദർസുകളിൽ അദ്ദേഹം പറഞ്ഞയക്കണം. ഇസ്ലാമിക ചരിത്രം നിങ്ങൾ എടുത്തു നോക്കൂ. ഇസ്ലാമിക ചരിത്രം എടുത്തു നോക്കിയാൽ രാഷ്ട്രീയമായ പ്രക്ഷുബ്ധമായ കാലഘട്ടങ്ങൾ അനേകം നിലക്കാത്ത വിധത്തിൽ പ്രക്ഷുബ്ധമായ കാലഘട്ടങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ എല്ലായിടത്തുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ശേഷം യുദ്ധത്തിൻ്റെ കാലമുണ്ടായി. ഉമർ ഇബ്നുൽ ഖത്താബിൻ്റെ വഫാത്തിന് ശേഷം ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ കാലത്ത് ഫിത്ന വർദ്ധിച്ചു. അലി ബിൻ അബി താലിബിൻ്റെ കാലത്ത് യുദ്ധങ്ങളുണ്ടായി. മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ യുദ്ധങ്ങളുണ്ടായി. ഉമവി ഖിലാഫത്തിൽ പ്രശ്നങ്ങളുണ്ടായി. പല 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 രാഷ്ട്രീയ വിഷയങ്ങളുണ്ടായി. ഇല്ലേ? ഇതൊക്കെ ഉണ്ടായിട്ടില്ലേ? നീ ചരിത്രം അറിയുന്ന ആളുകൾക്ക് എല്ലാം അറിയാം. അബ്ബാസിയ ഖിലാഫത്തിലുണ്ടായി, ഉസ്മാനിയ ഖിലാഫത്തിലുണ്ടായി. എന്നാൽ നിങ്ങൾ ഉലമാക്കളുടെ കിതാബുകൾ എടുത്തു നോക്കുന്ന വിദ്യാർത്ഥികളല്ലേ? ഇവരൊക്കെ ഈ കാലഘട്ടത്തിലൂടെയാണ് ജീവിച്ചു വന്നത്. ഇവരുടെ കിതാബിൽ ഇതാണുള്ളത്, ഈ രാഷ്ട്രീയമാണുള്ളത് ആണോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഹദീസുകൾ ഇതാണോ നിങ്ങൾ കാണുന്നത്? അദ്ദേഹം ഈ പറഞ്ഞ പ്രശ്നങ്ങളിലൂടെയൊക്കെ ജീവിച്ചു പോയ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ മുഴുവൻ ഇതാണോ? അല്ല. അദ്ദേഹം ഹദീസ് പറഞ്ഞു. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഹദീസുകൾ ഉമ്മത്തിന് ഉപകരിക്കുന്നു. ഇബ്നു ഹജർ അസ്ഖലാനി അദ്ദേഹം ജീവിച്ചിരിക്കുന്ന കാലത്ത് പല രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട്. ഇബ്നു ഹജറിൻ്റെ ഫത്തുൽ ബാരി എടുത്ത രാഷ്ട്രീയമാണോ? ഇല്ലല്ലോ. അല്ല. അള്ളാഹുവിൻ്റെ റസൂൽ ഹദീസിൻ്റെ വിഷയത്തിൽ അന്ന് രാഷ്ട്രീയം പറഞ്ഞ ആളുകളും അതിന് മുന്നിൽ നിന്ന രാജാക്കന്മാരും ഒക്കെ മരിച്ചുപോയി. അവരെക്കുറിച്ച് ആർക്കും അറിയുന്നില്ല. പക്ഷെ ഇബ്നു ഹജറിൻ്റെ ഫത്തുൽ ബാരിയും ബാക്കിയാണ്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ നോക്കൂ, നിങ്ങൾ കിതാബ് എടുത്തു നോക്കിയ രാഷ്ട്രീയമാണോ ഇല്ല നിങ്ങൾ കാണുന്നത്? ആണോ? അല്ല. അള്ളാഹുവിനെ കുറിച്ച്, റസൂലിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഇതിന് നിങ്ങളൊരു ബദൽ സ്വീകരിക്കരുത്. ഇൽമിനൊരിക്കലും ബദൽ സ്വീകരിക്കും. ഇതാണ് ഏറ്റവും നല്ലത്. അള്ളാഹ് തിരഞ്ഞെടുത്ത് തന്നാണ്.